മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കായംകുളം ഒഴുക്കുനീറ്റിൽ കരിപ്പുഴത്തോട് ശുചീകരിച്ചു. ജനകീയ ഇടപെടലിലായിരുന്നു ശുചീകരണം. കായംകുളം നഗരസഭയിലെ 4-ാം വാർഡിലും 38-ാം വാർഡിലുമായി കടന്നുപോകുന്ന ഒഴുക്കുനീറ്റിലെ കരിപ്പുഴ തോട്ടിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. തോട്ടിൽ മണ്ണ് അടിഞ്ഞുകൂടി വെള്ളം ഒഴുകിപ്പോകാതിരിക്കുകയും ചാക്കിൽ കെട്ടിയ മാലിന്യങ്ങൾ തോട്ടിലേക്ക് തള്ളിയിടുന്നത് മൂലം വേലിയേറ്റ സമയങ്ങളിൽ റോഡുകളിലേക്കും സമീപ വീടുകളിലേക്കും വെള്ളവും മാലിന്യങ്ങളും കയറുന്നതും നാട്ടുകാർക്ക് ദുരിതം സമ്മാനിച്ചിരുന്നു. കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ തോട്ടിലേക്ക് നിക്ഷേപിക്കുന്നതും ഇവിടെ നിത്യസംഭവമായിരുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ തോട്ടിലേക്ക് മാലിന്യം എടുത്ത് എറിയാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. കരിപ്പുഴ തോടിനോട് ചേർന്ന് വിശ്വസമുദ്ര പ്ലാന്റിന്റെ നടുഭാഗത്തുകൂടി ഒഴുകുന്ന മേഖലയിലും മണ്ണ് അടിഞ്ഞുകൂടി വെള്ളം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. പ്രശ്നത്തിന് ഉടൻ ശാശ്വത പരിഹാരം കാണാമെന്ന് വിശ്വസമുദ്ര അധികൃതർ ഉറപ്പു നൽകിയതായി നാട്ടുകാർ പറഞ്ഞു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി തോടുകളിൽ നിന്നും മണ്ണും മാലിന്യങ്ങളും നീക്കം ചെയ്താൽ കാലവർഷ സമയത്തെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർ പറഞ്ഞു. 4-ാം വാർഡ് കൗൺസിലറും നഗരസഭാ ചെയർമാനുമായ ശരത്ലാൽ ബെല്ലാരി, 38-ാം വാർഡ് കൗൺസിലർ ഷഹ്വാനത്ത് കുഞ്ഞുമോൻ, റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി റിയാസ് പുലരിയിൽ, ജനറൽ സെക്രട്ടറി അജികുമാർ TG, മേഖലാ വൈസ് പ്രസിഡന്റ് നസീബ് ഖാൻ വരിക്കപ്പള്ളിൽ, എക്സിക്യൂട്ടീവ് അംഗം സലാഹുദ്ദീൻ തുണ്ടത്തിൽ, ഹാഫിസ് മുല്ലശ്ശേരി, കുഞ്ഞുമോൻ ഷബീർ വരിക്കപ്പള്ളിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. CDnet ന്യൂസ്, കായംകുളം.